പകർച്ചവ്യാധി വ്യാപനത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. സംസ്ഥാനത്തെ ആരോഗ്യമേഖല പൂർണ്ണമായും സ്തംഭനത്തിലായെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കെ മുരളീധരന്റെ പഴയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. LDF സർക്കാർ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നതേയുള്ളൂ എന്നായിരുന്നു ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ തിരിച്ചടി. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരി ഭരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നവരല്ല സാർ. ആരോഗ്യമേഖലയിലെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണ്. എന്നാൽ ആ കേരള മോഡൽ UDF ഗവൺമെന്റ് കൈവിടുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ 35 ദിവസത്തെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിപ്പയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിട്ടും ആരോഗ്യവകുപ്പ് ഇടപെടുന്നില്ലെന്നും അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം. ആരോഗ്യവകുപ്പിന് ഏകോപനമില്ലെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ കസേരകളിയെന്നും PM മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജിക്കും പരിഹാസം. ജില്ലാ ഭരണ സംവിധാനവും തദ്ദേശ വകുപ്പുമായും ആരോഗ്യ വകുപ്പിന് ഏകോപനമില്ലാത്ത പ്രശ്നം വരുന്നു സാർ. ഇതിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയെ ഞാൻ കുറ്റപ്പെടുത്തില്ല സാർ. അദ്ദേഹം ഈ സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ തന്നെ PM3 അറബിക്കടലിൽ എറിഞ്ഞതിന്റെ ക്ഷീണത്തിലാണ്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ K മുരളീധരൻ നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സാധാരണഗതിയിൽ നിപ്പ വന്നത് അദ്ദേഹത്തിന്റെ ഭാഷയില് എരണം കെട്ടവര് ഇരിക്കുമ്പോൾ ആ രോഗം ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ മരണപ്പെട്ടവരുടെ എണ്ണം ആ വർഷത്തത് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചപ്പോൾ സർ അപ്പുറത്ത് കൈയടിക്കുന്നത് കേട്ടല്ലോ. അത് എണ്ണം കെട്ടവരായതുകൊണ്ടല്ല, ആ രോഗത്തിന്റെ മാരകമായ പ്രഹരശേഷിയാണത് കാണിക്കുന്നത്. LDF സർക്കാരിന്റെ കെടുകാര്യസ്ഥത പരിഹസിച്ചു വരുന്നതേയുള്ളൂവെന്ന് പ്രതിപക്ഷത്തിന് ആരോഗ്യമന്ത്രി K മുരളീധരന്റെ മറുപടി. ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണമീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കിയെന്നും പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നെന്നും K മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്ത് എബോള സ്ഥിരീകരിച്ചുവെന്ന് പ്രതിപക്ഷം നോട്ടീസിൽ പറയുന്നത് തെറ്റാണെന്നും ആരോഗ്യമന്ത്രി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.